മന്ത്രിമന്ദിരങ്ങൾക്കും പാർട്ടി ഓഫീസിനും സമീപം യുവാവിന്റെ മൃതദേഹം. VIP മേഖലയിലെ മരണത്തിൽ ആശങ്ക. അമിത ലഹരി ഉപയോഗം മരണത്തിന് കാരണമെന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ പോലീസ്. ബീഹാറിൽ പട്നയിലെ അതീവ സുരക്ഷയുള്ള VIP മേഖലയിലുള്ള മില്ലർ സ്കൂൾ ഗ്രൗണ്ടിൽ അവിടെയാണ് ആ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. 34 വയസ്സുകാരനായ സണ്ണി കുമാർ എന്ന ഒരു യുവാവാണ് ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. JDUവിന്റെ ഓഫീസിന് MLA-മാരുടെ മന്ത്രിമാരുടെ ഒക്കെ ഔദ്യോഗിക വസതികൾക്കും വളരെ തൊട്ടടുത്താണ്, ചേർന്നാണ് ഈ പറയുന്ന ഗ്രൗണ്ട്. ചൊവ്വാഴ്ച രാവിലെ ഈ ഗ്രൗണ്ടിൽ മൃതദേഹം കണ്ട ഉടൻ തന്നെ നാട്ടുകാർ അവിടെ കോട്ട്വാലി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ആ മൃതദേഹത്തിന്റെ മൂക്കിൽ നിന്ന് ചോര ഒലിച്ച നിലയിലായിരുന്നു. വായിൽ നിന്ന് നുരയും പതയും വന്ന സാഹചര്യവും. ഹെൽമറ്റ് ധരിച്ചിരുന്നു എന്നാണ് ആദ്യം കണ്ട ആളുകൾ പറയുന്നത്. പക്ഷേ സമീപത്ത് നിന്ന് ഒരു ബൈക്കോ അല്ലെങ്കിൽ അത്തരം സാഹചര്യമോ ഒന്നും കാണാൻ കഴിയാത്തതാണ് അതിലെ ദുരൂഹത. ഈ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു ബാഗ് ലഭിച്ചതല്ലാതെ മറ്റൊരു വസ്തുക്കളും പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് സംഘം പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്, പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അവിടെ വിഷബാധയാണോ അല്ലെങ്കിൽ ലഹരി മരുന്നിൻ്റെ അമിത ഉപയോഗമാണോ, ഇനി അതല്ല കൊലപാതകമാണോ, ഇതൊക്കെ വ്യക്തമാകണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. എന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂവെന്നാണ് പോലീസ് പറയുന്നത്. व्यक्ति जो अचेतावस्था में उनको मृत पाए जाने की सूचना है। और वो मिलर स्कूल के जो ग्राउंड है खुला रहता है ग्राउंड, और इसी ग्राउंड में इनकी मृत्यु होना पाया गया है। पुलिस को तब घटनास्थल पहुंचती है। घटनास्थल पहुंच करके FSL को भी बुलाया गया, और FSL को बुलाने के बाद इसको PMCH के लिए पोस्टमार्टम के लिए भेजा गया. ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ വിഷാംശമുള്ള മറ്റെന്തെങ്കിലുമോ ഉള്ളിൽ ചെന്നതാകാം മരണത്തിന് പ്രാഥമിക കാരണം എന്ന് ASP കൃഷ്ണ മുരാരി പ്രസാദ് വ്യക്തമാക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും മൊബൈൽ ഫോൺ വിവരങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയാണ്. മന്ത്രിമാർ, MLA-മാർ, പ്രധാനപ്പെട്ട പാർട്ടികളുടെയൊക്കെ ഓഫീസുള്ള സ്ഥലം, അതിനോട് ചേർന്നുള്ള ഗ്രൗണ്ട്, അത്രമാത്രം സുരക്ഷയുള്ള ഒരിടത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഈ പ്രദേശത്ത് നിന്ന് 5 മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രദേശവാസികൾക്കിടയിൽ വലിയ ആശങ്കയായിട്ടുണ്ട് ഈ അടുത്ത മൃതദേഹം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.